വഖഫ് ബോർഡിന്റെ നിയമം പാടയെ പൊളിച്ചെഴുതിക്കൊണ്ട് 40ഓളം ഭേദഗതികളോടെ ഈ പാർലമെന്റ് സെഷനിൽ തന്നെ നടപ്പാക്കാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ബില്ല് കൊണ്ടുവരാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമുക്കറിയാം, ആ ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ അതിൽക്കും മേലെ ഒരു നിയമമാണ് അതിലേക്ക് വരുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തിൽ നിന്നല്ലാത്ത പ്രതിനിധികളും ബോർഡിൽ ഉണ്ടാകും. MP-മാർ ആണ് ഈ ബോർഡിൽ ഉണ്ടാകുക. അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം മതവിഭാഗത്തിന് പുറത്തുള്ളവരും ഈ ബോർഡിലെ അംഗങ്ങളായിരിക്കും. ഇത് ഒരുപക്ഷെ എങ്ങനെ ആയിരിക്കും മുസ്ലിം സംഘടനകളും മുസ്ലിം ലോ ബോർഡും ഒക്കെ സ്വീകരിക്കുക എന്നറിയില്ല. നിലവിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവരുന്നതിന് തങ്ങളുടെ മതപരമായ കാര്യങ്ങൾ തടസ്സം നിൽക്കുന്നു, തങ്ങളുടെ മത സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് അവർ ഇപ്പോൾ തന്നെ പറഞ്ഞ് അവർ സമരത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ ബില്ലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബോർഡിൽ മുസ്ലിം അല്ലാത്ത മറ്റ് വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ഇത് വലിയ ഒരു പ്രതിഷേധത്തിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ബോർഡിൻ്റെ ഈ പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷം ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നതും ഏറെ കൗതുകമുണർത്തുന്ന കാര്യമാണ്. ഏതായാലും ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. പാടയെ പൊളിച്ചെഴുതുന്നു. അതിലത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം അല്ലാത്ത വിഭാഗം, അത് MP-മാർക്ക്, ജനപ്രതിനിധികളിൽ മെമ്പർമാരായിരിക്കും എന്നുള്ള നിയമം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.